ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതേപടി തുടരുന്നു. സിസ്റ്റം കൂടുതൽ ശക്തി കൂടി ചുഴലിക്കാറ്റാകുമോ എന്ന് വ്യക്തതയില്ലെങ്കിലും അറബിക്കടലിലേക്ക് നീങ്ങി ശക്തി കൂടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇത് ചുഴലിക്കാറ്റായാൽ ശ്രീലങ്ക നിർദ്ദേശിച്ച ശക്തി എന്ന പേരു നൽകും. ന്യൂനമർദ്ദത്തെ തുടർന്ന് കേരളത്തിലും തെക്കൻ തമിഴ്നാട്ടിലും മഴ ശക്തമാകും. ഇപ്പോൾ വീശുന്ന കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 36 കിലോമീറ്ററാണ്. ഫേഞ്ചൽ ചുഴലിക്കാറ്റിന്റെ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന്റെ ദിശ കൂടുതൽ തെക്ക് പടിഞ്ഞാറാണ്. ആ ദിശ തുടർന്നാൽ ശ്രീലങ്ക മുറിച്ചു കടന്ന് മാന്നാർ കടലിലെയോ കന്യാകുമാരി കടലിലോ എത്തിയേക്കും. ഇത് ശക്തി കൂടി ഡിപ്രഷൻ ആകാനും സാധ്യതയുണ്ട്. ന്യൂനമർദ്ദം ശ്രീലങ്കയിലെ ജാഫ്നയിൽ നിന്ന് ഏകദേശം 750 കിലോമീറ്ററും കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം 1100 കിലോമീറ്ററും അകലെയാണ് കാണപ്പെട്ടത്. ഇത് കേരള തീരത്തേക്ക് എത്തിയാൽ ഫെഞ്ചൽ ചുഴലിക്കാറ്റിന് തുല്യമായ പ്രതിഭാസം പ്രതീക്ഷിക്കാം. വെള്ളിയാഴ്ചയോടെ കേരളത്തിൽ മഴ എത്തുമെന്നാണ് സൂചന. ശനിയാഴ്ച കേരളത്തിൽ മിക്ക ജില്ലകളിലും നല്ല മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ചയും ഒറ്റപ്പെട്ട മഴ പ്രതീക്ഷിക്കാം. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്ന് തീവ്രമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്രമഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മന്നാർ കടലിടുക്കിന് മുകളിലായി നിലനിൽക്കുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം വരും മണിക്കൂറിൽ തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങി തുടർന്ന് ശക്തി കുറയാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തമിഴ്നാട്ടിൽ അതിശക്തമായ മഴ. ഇന്നലെ തുടങ്ങിയ മഴ ഇന്നും ശക്തമായി തന്നെ തുടരുകയാണ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ 24 ജില്ലകളിലും പുതുച്ചേരിയിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. 16 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 15 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. 2 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തിയിട്ടുണ്ട്. ശക്തമായ മഴയിൽ തിരുനെൽവേലി മുങ്ങിയിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിനടക്കം വെള്ളം കയറി തിരുനെൽവേലി, തെങ്കാശി ജില്ലകളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ കുറ്റാലത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായി മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തുകയും ചെയ്തു. ഈ പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വീട്ടുസാധനങ്ങൾ ഉൾപ്പെടെ നശിച്ചു. കത്തിപ്പാറ, പൂനമല്ലി, പോരൂർ, മധുരവോയൽ, വ്യാസർപാടി, ചെന്നൈ നഗരപ്രാന്തങ്ങളിൽ റോഡിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങി വിവിധയിടങ്ങളിൽ വൻ ഗതാഗതക്കുരുക്കുണ്ടായി. തിരുവള്ളൂർ, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം എന്നിവിടങ്ങളിലും വില്ലുപുരത്തും കാവേരി ഡെൽറ്റ മേഖലകളിലെ ചില പ്രദേശങ്ങളിലും ഇന്നലെ രാത്രി കനത്ത മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ റിപ്പോർട്ട്.